ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് നല്ലൊരു കിടിലം ചിക്കൻ മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റെസിപ്പി എൻ്റെ അല്ല, അമ്മയുടെയാണ്. അമ്മ പറഞ്ഞു തന്ന് ഞാൻ അതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ. കിടിലം ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണേ. അപ്പോൾ ഞാനൊരു ബിരിയാണിയുടെ പോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് ചൂടായപ്പോൾ ഞാൻ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് പച്ചമല്ലി, ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ ഇത് ഉണക്ക നാരങ്ങ. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ ഉണക്ക നാരങ്ങ മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പ്രത്യേകം വച്ചിരുന്നതാണ്. ഞാൻ പ്ലേറ്റ് എടുത്തപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചായിപ്പോയി, സോറി. അതിന് ശേഷം ആ സ്പൈസസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. അപ്പം ഇത് എളുപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. പിന്നെ ചിക്കനും പിന്നെ ചോറിന് വേണ്ടിയുള്ള റൈസും അതും കൂടെ കിട്ടിയ സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാൻ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഞാൻ കഴിച്ചതുകൊണ്ട് പറയണം, കിടിലൻ ടേസ്റ്റായിരുന്നു. കിടിലം എന്ന് വെച്ചാൽ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലോട്ട് ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി ചതച്ചില്ല, കാര്യം ഇഞ്ചിയുടെ പൊടി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇഞ്ചി വേണ്ട, ഞാൻ ആ പൊടി ഇട്ട് കൊടുക്കാം. അതിന് വെളുത്തുള്ളി മാത്രം ഒന്ന് ചതച്ചിട്ട് കൊടുത്തേനും. നിങ്ങളാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനത് വീണ്ടും ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 അല്ലെങ്കിൽ 4 തക്കാളി ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കാൻ. ഒരിക്കലും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കില്ല, അടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാമായിരിക്കാം. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാനൊരു 2 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ മജ്ബൂസ് ഉണ്ടാക്കുന്ന മസാല അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മജ്ബൂസിൻ്റെ മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഈ മാഗി ക്യൂബ്സൊക്കെ നല്ല നമ്മുടെ മാർജിൻ ഫ്രീ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അത് ഉപയോഗിച്ചില്ല, കാര്യം വീട്ടിലില്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് അതിൻ്റെ എല്ലായിടും പിടിക്കത്തക്ക രീതിയിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനാണ് അതിലോട്ട് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ഉണക്ക നാരങ്ങ, അതൊന്ന് കുത്തിയിട്ട്, അതായത് എന്തെങ്കിലും ഫോർക്ക് കൊണ്ടോ ഒന്ന് കുത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. എങ്കിലേ അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിൽ വരത്തുള്ളൂ. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഈ ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഫസ്റ്റ് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം ചിക്കനിൽ പിടിച്ചിട്ട് അതിൽ നിന്നും വീണ്ടും ആ വെള്ളത്തിലോട്ട് ആ ഫ്ലേവർ എല്ലാം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു, സോറി. ഉപ്പും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഗ്രേവിയിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കണം. ഈ ഗ്രേവി കിടന്നാണ് നമ്മുടെ റൈസ് കുക്കാവേണ്ടത്. അപ്പം ഓവർ കുക്കാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചിക്കൻ ഒന്ന് മാറ്റിയെടുക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതെല്ലാം ഞാൻ ചിക്കനെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം ഞാനുണ്ടോ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇതിനകത്ത് ഞാൻ നമ്മുടെ എടുത്ത റൈസിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകരുത്, കാര്യം ഈ കൂടാനും പാടില്ല കുറയാനും പാടില്ല. ആ ഒരു കണക്കിന് ഒഴിച്ചെടുക്കണം. എത്ര റൈസാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ഈ ഗ്രേവിയിൽ കിടന്നാണ് ഈ റൈസ് കുക്കാവാനുള്ള നല്ല ടേസ്റ്റായിട്ട് വരും. കാര്യം അത്രയ്ക്കും ഈ ഗ്രേവി ഭയങ്കര ടേസ്റ്റായിട്ടിരിക്കും. കാര്യം ആ മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ റൈസിന് പ്രത്യേക ടേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അതിനുശേഷം ഈ റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കും. നേരത്തെ ഞാൻ ചിക്കൻ ആവശ്യമുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് ടൊമാറ്റോ പേസ്റ്റാണ്, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതും കൂടി ഇട്ടതിന് ശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു പാൻ എടുത്ത് അതിലോട്ട് ശകലം എണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഫ്രൈ ഇല്ല, കാര്യം ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ആ പാനിൽ തന്നെ ഞാൻ എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം കുക്കാണല്ലോ, അതുകൊണ്ടാണ് അതിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഓരോ സൈഡ് വെന്ത് വരുമ്പോൾ അതിന് ഞാനൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ചിക്കൻ ഓൾറെഡി വെന്ത് ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം അതിനൊരു പ്രത്യേക ഒരു കളറൊക്കെ വരും കേട്ടോ. അതിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതിന് പ്രത്യേക ഒരു കളർ ഞാൻ ഇപ്പുറത്ത് തിരിച്ചിട്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ റെഡിയായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല എന്ന് വെച്ചാൽ വെള്ളം കൂടിയുമില്ല കുറഞ്ഞുമില്ല, നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മജ്ബൂസാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സ്മോക്കി ഫ്ലേവർ കൊടുക്കാം. ഒരു ഇത് കത്തിച്ചിട്ട് അതിനകത്ത് വെച്ച് കുറച്ച് എണ്ണയോ നെയ്യോ ഇട്ട് കൊടുത്ത് ഫ്ലേവർ കൊടുക്കാം. പക്ഷേ നമുക്ക് വീട്ടിലാർക്കും വേണ്ടാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പോൾ നമ്മളെ കിടിലൻ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.